പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഹർഷൻ വന്നപ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ട്. അതുവരെയും ജനലോട് ചേർന്ന് നിന്ന് ഹർഷനെ കാത്തിരുന്നവൾ അവന്റെ ബുള്ളറ്റ് കോമ്പൗണ്ടിലേക്ക് കടന്നു ജനലടച്ച് ബെഡിൽ വന്ന് കിടന്നു. മറ്റേത് ജോലി പോലെയും അല്ലെന്നും അപ്രതീക്ഷിത തിരക്കുകൾ ഉണ്ടാവുമെന്നും ആഗ്രഹിക്കുന്ന സമയത്ത് തിരക്ക് മാറ്റിവെക്കാൻ കഴിയില്ലെന്നും വേണിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം അവനെ അറിയിക്കാതെ, അവനെ ഒന്ന് കാണാതെ വേണിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ വൈകുന്നേരം വിളിച്ചു പറഞ്ഞുണ്ടാവും പെട്ടെന്ന് ഇറങ്ങുമെന്ന് വേണി കരുതിയിരുന്നു. പക്ഷെ എന്നത്തേനേക്കാൾ വൈകിയപ്പോൾ വേണിക്ക് നല്ല സങ്കടം വന്നുപോയി. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയ പോലെ അവൾ മൂകയായി. വേണിക്ക് പുറമെ രാധികയും ഷാജിയും ഒക്കെ അവനെ കോൾ ചെയ്തെങ്കിൽ അവന് കിട്ടിയതുമില്ല. ഹർഷന് ഉമ്മറത്തേക്ക് കയറിയപ്പോഴേക്കും രാധിക വന്ന് വാതിൽ തുറന്നു. എന്റെ ചെക്ക, നീ ഇതെന്താ ഇത്ര വൈകിയത്? എത്ര നേരമായി കാത്തിരിക്കണു? കണ്ടത് രാധിക ചുടിയോടെ ചോദിച്ചു. പെട്ടെന്നൊരു കേസ് വന്നമേ. വേണി കിടന്നോ? അവനകത്തേക്ക് കയറി. ഇല്ല, ഇനി അവള് നീ വരുന്നവരെ ഉറക്കളിച്ചിരിക്കുക. എത്ര നേരാന്ന് അത് ഈ സോഫയിലിരുന്ന് ഞാൻ വഴക്ക് പറഞ്ഞ് റൂമിലേക്ക് വിട്ടതാ. രാധിക പറഞ്ഞുകൊണ്ട് ഡോർ ലോക്ക് ചെയ്തു. ഹർഷൻ വേഗത്തിൽ റൂമിലേക്ക് നടക്കുകയും ചെയ്തു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ വേണി കണ്ണുകൾ രണ്ടും അടച്ച് ഉറക്കം നടിച്ചു. ഹർഷൻ ചെന്നപ്പോൾ ലൈറ്റൊക്കെ ഓഫാണ്. അവൻ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ വേണി അപ്പുറത്തേക്ക് തിരിഞ്ഞ് കിടക്കുകയാണ്. കള്ളുറക്കമാണെന്നറിയാം. അവൻ ചുണ്ടിൽ വന്ന പുഞ്ചിരി അങ്ങനെ ഒളിപ്പിച്ച് ബാത്റൂമിലേക്ക് കയറി. അത്രയും നേരം കണ്ണടച്ച് കിടന്നവൾ അവൻ ബാത്റൂമിലേക്ക് കയറിയെന്ന് മനസ്സിലായതും കണ്ണു തുറന്നു. എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല, ദുഷ്ടൻ. ഒരു സ്നേഹമല്ല, ഇത്ര നേരം കാത്തിരുന്ന് ഞാൻ മണ്ടി. വേണിയുടെ കണ്ണ് രണ്ടും നിറയാൻ താമസമൊന്നും വേണ്ടി വന്നില്ല. അവൾ തേങ്ങലോടെ ഒന്നുകൂടെ ചുരുണ്ടുകൂടി കണ്ണീര് തുടച്ച് ഉറക്കം നടിച്ച് കിടക്കുകയും ചെയ്തു. ഹർഷൻ ഫ്രഷായി വന്നപ്പോഴും വേണിയുടെ കിടത്തതിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തല തുടച്ചുകൊണ്ടിരുന്ന ടവൽ ചെയറിലേക്ക് അലസമായിട്ടുകൊണ്ട് കള്ളച്ചിരിയോടെ ബെഡിലേക്ക് വന്നു. എന്റെ ഭാര്യ ഉറങ്ങിയോ? അവൻ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് മുഖത്തേക്ക് നനഞ്ഞ മുടിയൊന്ന് കുടഞ്ഞു. വേണിയൊന്നും കുളിരി കോരിയെങ്കിലും കണ്ണു തുറന്നതേയില്ല. ഹർഷൻ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു. മുഖം അപ്പാടെ വേണിയുടെ കഴുത്തിലേക്ക് അമർത്തി ചുണ്ടുകൊണ്ട് അവിടെ ഒന്ന് മുത്തുകയും ചെയ്തു. ഹർഷൻ ചേട്ടനോട് പിണങ്ങലടി പൊന്നെ, പറയട്ടെ. അവൻ വേണിയെ കോരിയെടുത്ത് മടിയിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും വേണി കുതിരി തുടങ്ങിയിരുന്നു. വിട്, എന്നെ വിട്, എന്നെ തൊടണ്ട, വിട്, എന്നോട് സ്നേഹമില്ലാത്തവരെ എന്നെ തൊടണ്ട. വേണി കരഞ്ഞു പോയിരുന്നു പറഞ്ഞപ്പോഴേക്കും അവൾ രണ്ടു കൈ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഹർഷനൊന്ന് അമ്പരന്നിരുന്നു വേണിയുടെ കരച്ചിൽ കണ്ട്. കുറച്ച് പിണക്കവും ദേഷ്യവും ഉണ്ടാവുമെങ്കിലും ഇത്രയേറെ സങ്കടം അവൾക്കുണ്ടാവുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ തന്നെ മടിയിലിരിക്കുന്ന പെണ്ണിനെ മുറുക്കെ തന്നെ നെഞ്ചിലേക്ക് അണച്ചു. എന്തൊക്കെയാടി പറയുന്നത്? ആർക്ക് സ്നേഹമില്ലാന്ന്? എനിക്ക് എന്റെ വേണിയോട് സ്നേഹമില്ലാന്നു. ഹർഷൻ ചേട്ടന് ഏറ്റവും ഇഷ്ടം തന്നെ എന്റെ വേണിയല്ലേ? അവനെ കൊഞ്ചിപ്പിക്കലോടെ അവളെ നിറഞ്ഞു തൂവിയ രണ്ട് കണ്ണിൽ ഉമ്മ വെച്ചു. അല്ല, വെറുതെ പറയാം, എനിക്കറിയാം. ഞാനല്ലേ ഇഷ്ടമെന്ന് പറഞ്ഞെന്ന് എനിക്കറിയാം. എന്നോട് അത്രയും ഇഷ്ടമുള്ളൂ എന്ന്. ഇല്ലെങ്കിൽ ഇന്നെങ്കിലും നേരത്തെ വരില്ലായിരുന്നോ? ഞാൻ വൈകുന്നേരം മുതൽ കാത്തിരിക്കുകയായിരുന്നു. വേണി തേങ്ങലോടെ പറഞ്ഞൊപ്പിച്ചു. എന്റെ പൊന്നെ, ഞാൻ നേരത്തെ വരാൻ നിന്ന് തന്നെയാ. അപ്പോഴൊരു 2 വയസ്സുള്ള കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ കേസ് വന്നു. പിന്നെ അതിന്റെ പിന്നാലെയായി. അയ്യോ, എന്നിട്ട്? അത് കേട്ടത് വേണി തന്റെ വയറിൽ കൈയമർത്തിക്കൊണ്ട് ആകുലതയോട് ചോദിച്ചു. എന്നിട്ട് ഹർഷൻ ചേട്ടനും പോലീസുകാരും കൂടി ആ കൊച്ചിനെ കണ്ടുപിടിച്ച് തന്നെ അമ്മയ്ക്ക് കൊടുത്തു. അവൻ പെട്ടെന്ന് മാറി അവളുടെ മുഖഭാഗം ശ്രദ്ധിച്ചുകൊണ്ട് താടിത്തുമ്പിൽ നോവിക്കാതെ ഒന്ന് പിച്ചിക്കൊണ്ടാണ് പറഞ്ഞത്. എങ്ങനെയാ കുഞ്ഞിനെ കാണാതായത്? കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? വേണിക്ക് എല്ലാം അറിയണമെന്നായി. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഭിക്ഷാടത്തിന് വന്ന സ്ത്രീ എടുത്തുകൊണ്ട് പോയതാ. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തന്നെ ഞങ്ങൾക്ക് വേഗം കുട്ടിയെ രക്ഷിക്കാൻ പറ്റി. കോയമ്പത്തൂർക്കുള്ള ബസ്സിൽ കയറിയിരിക്കുന്ന അവര് ബസ് എടുക്കും മുമ്പ് തന്നെ അവിടെ എത്തിയോണ്ട് അവരെ പിടിക്കാൻ പറ്റി. ഹർഷൻ ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തി. വേണിയാവട്ടെ കുഞ്ഞ് അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ട് ആശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ ഉള്ളിൽ നാമ്പിട്ട ചെറിയൊരു പേടിയോടെ ഹർഷനിലേക്ക് ചുരുണ്ടി ചേർന്നു. ഹർഷൻ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ തലോടി. പിന്നെ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ന്യൂസ് വെച്ചിരുന്നെങ്കിൽ അറിയായിരുന്നു. അതെങ്ങനെ? ആന്റിക്കും മോൾക്കും സീരിയലിലെ പ്രധാനം. അവനിത്തിരി ഗൗരവം കലർത്തി പറഞ്ഞപ്പോൾ വേണി ചുണ്ടി ഉളുക്കി. ഇന്ന് ആരും TV വെച്ചിട്ടേ ഇല്ലെന്നാണ് സത്യം. എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെയും കഴിക്കുന്നതിന്റെയും തിരക്കിലായി പോയി. ഇല്ലെങ്കിൽ അച്ഛനെങ്കിലും അറിയേണ്ടതാണ്. ന്യൂസ് കണ്ടില്ലെങ്കിൽ എന്താ, ഹർഷൻ ചേട്ടനൊന്ന് വിളിച്ചു പറയായിരുന്നു. അവൾ പിന്നെയും ന്യായം പറഞ്ഞപ്പോൾ ഹർഷൻ പുച്ഛത്തോടെ അവൾ ഇരുത്തി നോക്കി. അല്ല, എന്തൊക്കെയോ പറയുന്ന കേട്ടിരുന്നല്ലോ. സ്നേഹമില്ലെന്നോ, ആരും ഇഷ്ടാന്ന് പറഞ്ഞു വന്നതാണോ? അങ്ങനെയൊക്കെ പറയടി, എന്താ കാര്യം? നേരത്തെ വിളിച്ചു വരുത്താനും ഇവിടെ കരഞ്ഞു വീഴാനും പിണങ്ങാനും മാത്രം എന്താ ഉണ്ടായത്? പറ. അവർ 2 കൈ കൊണ്ട് വേണിയുടെ വയറിലൂടെ അമുക്കിക്കൊണ്ട് ചോദിച്ചു. വേണിയാവട്ടെ അപ്പോഴാണ് ഇത്ര നേരമായിട്ട് അച്ഛനാകാൻ പോകുന്ന കാര്യം അവൻ അറിയില്ലെന്ന് ഓർത്ത്. വേണിക്ക് ഒരു നിമിഷം വല്ലാത്തൊരു ചമ്മൽ നിറഞ്ഞു. അവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറിക്കൊണ്ട് മുഖം തെറ്റിച്ചു. അതുണ്ടല്ലോ. വേണി ചമ്മലോടെ മുഖം കൊടുത്തേയില്ല അവന്. തന്നിൽ നിന്ന് മാറിയിരുന്നവൾ ഹർഷം വീണ്ടും കയ്യിൽ പിടിച്ചു വിളിച്ച് മടിയിലേക്ക് തന്നെ ഇരുത്തി. എന്താണ് എന്റെ വേണിക്കൊരു നാണം? എന്താ കാര്യം?
അവൻ താടിത്തുമ്പിൽ മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. വേണി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ അവിടെ. അതുണ്ടല്ലോ ഹർഷൻ ചേട്ടാ. വേണി അവന്റെ കൈയെടുത്ത് എന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. പിന്നെ കൈ അയച്ച് മുറുക്കിയും വിരലുകൾ മടക്കിയും 1-2 നിമിഷം കൂടി കളഞ്ഞു. ഇടയ്ക്ക് അവനെ നോക്കുകയും ചെയ്തു. ഹർഷനാവട്ടെ അക്ഷമയോടെ കൗതുകത്തോടെ അവിടെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ടിരുന്നു. ഞാനുണ്ടല്ലോ. അവനൊരിക്കൽ കൂടി മൂളി. നമ്മളുണ്ടല്ലോ അച്ഛനും അമ്മയാവാൻ പോവാണെന്നാ തോന്നേ. അവൾ ആ കൈ തന്റെ വയറിലേക്ക് കൂടി ചേർത്തുകൊണ്ടാണത് പറഞ്ഞത്. ഹർഷന്റെ കണ്ണുകൾ രണ്ടും മിഴിഞ്ഞു പോയിരുന്ന ഒരു നിമിഷം. അവനൊട്ടുമേ പ്രതീക്ഷിക്കാത്ത കാര്യമാണെന്ന് നിശ്ചയം. വേണി, അവനൊരു വിറയലോടെ വിളിച്ചു. അവളിൽ നിന്ന് അവന്റെ നോട്ടം തന്റെ കൈ പതിഞ്ഞിരിക്കുന്ന വേണിയുടെ വയറിലേക്ക് നീങ്ങി. പതിയെ പതിയെ വികസിച്ചു വരുന്ന കണ്ണുകൾ, അവിടെ നിറയുന്ന കൗതുകം, ആകാംക്ഷ, പിന്നെ മിന്നിമറയുന്ന വാത്സല്യം, സ്നേഹം. വേണി അവന്റെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തു. വേണി, പെട്ടെന്നാണ് അവൻ ഓർമ്മയോടെ അവളെ നോക്കിയത്. വേണി, നീ ഓക്കെയാണോ ഇപ്പോ? ഒരു വാവാ നീ. അവൻ തന്നെ മനസ്സിൽ ആശങ്കയും സംശയവും എങ്ങനെ ചോദിക്കണമെന്നറിയാതെ കുഴങ്ങി. ഒരുപക്ഷെ ചോദിക്കുന്നത് തെറ്റായി പോകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു അവനിൽ. ഞാൻ ഒത്തിരി എക്സൈറ്റഡാ. നമുക്ക് മാത്രമായി നമ്മുടെ വാവ് വരാൻ പോവില്ലേ. എനിക്ക് എന്തൊരു സന്തോഷാന്നോ. പിന്നെ പ്രസവിക്കുന്നവർക്ക് മാത്രം ചെറിയ പേടിയുണ്ട്. അവളവന്റെ കൈകൾ മുത്തിക്കൊണ്ട് പറഞ്ഞു. ഹർഷൻ അവൾ ആഞ്ഞു പുണർന്നു. പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. അവൻ വേണിയുടെ മൂർധാവിൽ അമർത്തി ഉമ്മ വെച്ചു. മതിയാവാത്ത പോലെ നെറ്റിയിലും കവിളിലും ചുണ്ടിലും തുടങ്ങി മുഖത്താകെ ഉമ്മ വെച്ചു. പിന്നെ അവളിൽ നിന്നൊന്നകന്ന് വേണിയുടെ വയറിലേക്ക് നോക്കി. കുറച്ചു മുമ്പറിഞ്ഞ ആ ഇളം ചൂട് അവന് തന്റെ കുഞ്ഞിന്റെ മേനി ചൂടായി പോലും തോന്നി. അവൻ വേണിയുടെ ടീഷർട്ട് ഒന്ന് ഉയർത്തി. തനിക്ക് പരിചിതമായ അദ്ദേഹത്തിനുള്ളിൽ ഒരു കുഞ്ഞു ജീവൻ കൂടിയുണ്ടെന്ന, തന്റെ തന്നെ ജീവനുണ്ടെന്ന ചിന്ത ഹർഷനുള്ളിൽ നുരഞ്ഞു പതയുന്ന വികാരങ്ങൾ അനേകമായിരുന്നു. അവൻ അവിടെ ഒന്ന് ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടു നോക്കി. പിന്നെ തന്റെ ഉള്ളിലെ മുഴുവൻ സ്നേഹവാത്സല്യങ്ങളും ചേർത്ത് അവിടെ ചുണ്ടമർത്തി. വേണിയും നിറഞ്ഞ മനസ്സോടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നിമിഷം ആസ്വദിച്ചു. വേണിയുടെ ഗർഭകാലം എല്ലാവരും ആസ്വദിച്ച പോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ ചുറ്റുകയും ചെയ്തിരുന്നു. ആദ്യ ട്രൈമിസ്റ്റർ വേണിക്ക് ഒന്നും കഴിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വോമിറ്റിംഗ് തുടങ്ങും. ക്ഷീണവും ബാക്ക് പെയിനും കൂടാതെ മൂഡ് സിങ്സും. ചെറിയ കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക, സങ്കടം വരിക, ആവശ്യമില്ലാത്ത ഭയം, ഓവർ തിങ്കിങ്. വേണി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. ഹർഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ഹർഷന്റെ സ്മെല്ല് വേണിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അവനടുത്തേക്ക് വരുമ്പോഴേക്കും വേണി വാപുത്തി ഓടും. അത് കാണെ അവൻ പിന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലാതെയായി. രണ്ടുപേർക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യമായിരുന്നത്. സെക്കൻഡ് ട്രൈമിസ്റ്റർ ആയതോടെ അത്തരം പ്രശ്നങ്ങളൊക്കെ പതിയെ കുറഞ്ഞു. വേണിയുടെ വയറ് എടുത്തുകാട്ടും വിധം വലുതായി വന്നു. എന്തെങ്കിലും കഴിക്കുമ്പോഴുണ്ടാകുന്ന ഛർദിയൊക്കെ മാറി. മുമ്പ് എരിവും പുളിയും കഴിക്കാനായിരുന്നു കൊതിയെങ്കിൽ ഇപ്പോൾ മധുരത്തോടായി താല്പര്യം. ഹർഷന്റെ ഗന്ധത്തോടുണ്ടായിരുന്ന ഇഷ്ടമില്ലായ്മയും പതിയെ മാറി വന്നു. അതിൽ പിന്നെ അവൻ എപ്പോഴും അടുത്ത് വേണമെന്നായി വേണിക്ക്. അവനോട് കൊഞ്ചാനും മിണ്ടാനും ഒക്കെ വേണിക്ക് ഒരു ആവേശം പോലെയാണ്. ഹർഷനോ തറിയാമെങ്കിലും ജോലി തിരക്കുകൾ കാരണം അവൾ ആഗ്രഹിക്കുന്ന അത്രയും അവൻ അവളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ലെന്നതാണ് സത്യം. പ്രസവം വരെയും വേണി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞുമായി വേണിയുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. നേരം പുലർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഹർഷൻ കണ്ണു തുറന്നപ്പോൾ വേണി അവനോട് പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. അവളുടെ വലിയ വയറ് ഹർഷന്റെ മേലേക്ക് ഒട്ടി നിൽക്കുകയാണ്. അവൾക്കിത് 8ാം മാസമാണ്. അവൻ പതിയെ എണീറ്റ് വേണിയുടെ നെറ്റിയിലൊന്ന് മുകർന്നു. പിന്നെ ആ വലിയ വയറിലും ഒന്ന് മുത്തിയിടത്ത് മുഴച്ചു വന്ന് കണ്ടത് അവന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. വയറിൽ അനക്കം വെച്ച് തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടേയുള്ളൂ. അവന്റെ ശബ്ദവും സാമീപ്യവും അറിയുമ്പോഴേ വയറിൽ എവിടെയെങ്കിലും മുഴച്ചു വരും. വേണി ഉണർത്താതെ തന്നെ ഹർഷൻ കുഞ്ഞിനോട് എന്തൊക്കെയോ മിണ്ടി. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ പിന്നെ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ചെന്നു. അവൻ ചെല്ലുമ്പോൾ രാധിക അടുക്കളയിലുണ്ട്. വീട്ടിലൊരു ഗർഭിണി ഉണ്ടായതിൽ പിന്നെ രാധിക നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ ഒതുക്കും. പിന്നെ അമ്മായിയമ്മയും മരുമകളും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് വേണിക്ക് എന്തെങ്കിലും കൊതിയുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഹർഷൻ കൊണ്ടുവച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഓരോന്ന് വായിച്ച് അങ്ങനെ സമയം കഴിക്കും. നീ എഴുന്നേറ്റോ? ദേ ആ മുറ്റൊന്ന് തൂത്തേ, എനിക്ക് നടുവിന് ചെറിയ വേദന. ഹർഷനെ കണ്ടതും രാധിക അതാണ് പറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വൈകി നേരത്തെ എഴുന്നേറ്റ് അടുക്കള കയറിയെന്ന്. നടുവേദനയാണെങ്കിൽ പിന്നെന്തിനാ എണീറ്റ്? നല്ല വേദനയുണ്ടോ? അവൻ കാര്യമായി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ അടുത്തേക്ക് ചെന്നു. ഓ അത്രയ്ക്കൊന്നും ഇല്ലടാ, ഞാൻ മുറിവെണ്ണ തേച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറും. അവരവന്റെ ദേഷ്യം കണ്ടില്ലെന്നടിച്ച് നിസ്സാരതയോടെ പറഞ്ഞു. ഹർഷൻ അമ്മയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അടുക്കള വാതിലൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. ഡിസംബറിന്റെ തുടക്കമാണ്. നല്ല മഞ്ഞും തണുപ്പും. വെളിച്ചം വെച്ച് വരുന്നേയുള്ളൂ. ചെറിയ കിളികളുടെ ഒച്ച മാത്രം കേൾക്കാം. അവനതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചൂലുമെടുത്ത് മുൻവശത്തേക്ക് നടന്നു. മുറ്റത്ത് അവിടെ എവിടെയായി ഏതൊക്കെയോ മരങ്ങളുടെ ഇലകളും ചെറുകമ്പുകളും വീണ് കിടപ്പുണ്ട്. അവൻ മുറ്റമെല്ലാം വൃത്തിയോടെ വേഗത്തിൽ അടിച്ചു വാരി തീർത്തു.
പിൻവശത്ത് അരക്കലിനോട് ചേർന്ന പൈപ്പിൽ നിന്ന് കൈയും കാലും കഴുകി മുൻഭാഗത്തേക്ക് തന്നെ നടന്നു വന്നു ഗേറ്റിൽ പിടിപ്പിച്ച ബോക്സിൽ നിന്ന് പത്രം എടുത്ത് നിവർത്തിക്കൊണ്ട് ഉമ്മറത്തേക്ക് വന്നിരുന്നു. വേണി പിന്നെയും കുറേയേറെ നേരം കഴിഞ്ഞാണ് എഴുന്നേറ്റത്. ഹർഷൻ അടുത്തിൽ നിന്ന് കണ്ടപ്പോൾ അവൾ മഴ പിടിച്ചിരിക്കാതെ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ ചെന്ന് ഫ്രഷായി വന്ന് റൂമിൽ നിന്നിറങ്ങി. അവൾ ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ഹർഷന്റെ പത്രവായന കഴിഞ്ഞിട്ടില്ല. ഹർഷൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ വയറിൽ കൈ ചേർത്തുകൊണ്ട് പതിയെ നടന്നു വരികയാണ് വേണി. അവനടുത്തേക്ക് വന്നവളെ ഹർഷൻ തന്നെ കൈപ്പിടിച്ച് അടുത്തേക്ക് ഇരുത്തി. വയ്യാകുന്നില്ലുണ്ടോ? അവൻ ആകുലതയോടെ ചോദിച്ചു. വേണിയില്ലെന്ന് മൂളി. വലിയ വയറുമായി വേണി നടന്നു വരുന്നത് കാണുന്ന ഹർഷന് പേടിയാണ്. ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെയും ബാക്ക് പെയിൻ എടുത്തും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ, ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ ഇനിയൊരു കുഞ്ഞ് വേണ്ടെന്ന് വരെ തോന്നിപ്പോവും അവന്. ഹർഷൻ ഇടയ്ക്ക് രാധിയെ കൊണ്ടുകൊടുത്ത കട്ടൻ ചായ വേണിക്ക് നീട്ടി. അവളത് 1-2 കുടിച്ച് മതിയാക്കി. പിന്നെ മെല്ലെ അവനടുത്ത് എഴുന്നേറ്റ് മുറ്റത്തൂടെ നടന്നു പതിയെ. ഹർഷൻ വായന തുടരുന്നുണ്ടെങ്കിലും അവനൊരു ശ്രദ്ധ അവളിൽ തന്നെയായിരുന്നു. വേണി വന്നേ, ഈ വെള്ളം കുടിച്ചേ. രാധികാലത്തുനിന്ന് ഇറങ്ങി വന്നു. കയ്യിലൊരു ഗ്ലാസ് ഇളം ചുടുവെള്ളവും 2-3 ഉണക്കമുന്തിരിയും ഉണ്ട്. വേണി പതിയെ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നു വെള്ളവും മുന്തിരിയും കഴിച്ചു. മിക്ക ദിവസവും രാവിലെ ആദ്യം കഴിക്കുന്ന ഇതാണ്. പിന്നെയും കുറച്ച് കഴിഞ്ഞാണ് പ്രധാന ഭക്ഷണം. ചെക്ക, നിനക്കിന്ന് പോണ്ടേ? വേണി വെള്ളം കുടിക്കുന്ന നോക്കിയിരിക്കുന്ന ഹർഷനോടാണ് ചോദ്യം. ആ പോവാ. അവൻ പത്രം ഒരു അരികിലേക്ക് മടക്കി വെച്ച് എഴുന്നേറ്റു. വൈകുന്നേരം രാധികയുടെ കൂടെ തന്നെ സ്വന്തം വീട്ടിലേക്ക് ചെന്ന് വേണി. സന്ധ്യ രണ്ടാളെയും കാത്തിരിക്കുകയാണ്. ഹോട്ടലിലേക്കുള്ള പൊരിക്കടികൾ ഉണ്ടാക്കാൻ മീനുമായി കൂടാതെ മറ്റൊരാളെ കൂടെ സഹായത്തിന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്ധ്യക്ക് ജോലിഭാരം കുറവാണിപ്പോൾ. രണ്ടാളും എത്തിയതും പിന്നെ 3 പേരും ചേർന്ന് ഉമ്മറത്തിരുന്ന് ചായയും കുടിച്ച് ഓരോ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. അമലെത്തും വരെയുള്ള ഈ വർത്തമാനം. അത് കഴിഞ്ഞാൽ പിന്നെ വേണി രാധികയും വീട്ടിലേക്ക് തന്നെ മടങ്ങും. ഗർഭിണികൾ ത്രിസന്ധ്യക്ക് പുറത്തിറങ്ങിയിരുന്നെന്നാണ് 2 അമ്മമാർക്കും. അതുകൊണ്ട് അധികം സന്ധ്യാവാൻ നിൽക്കില്ല. ഇപ്പോഴാണ് ഈ ഹർഷനും പെട്ടെന്ന് വീടെത്താൻ ശ്രമിക്കാറുണ്ട്. രാത്രി ഹർഷൻ ചെല്ലുമ്പോൾ പതിപോലെ രണ്ടാളും സീരിയലും കണ്ടിരിക്കുകയാണ്. ഉമ്മറവാതിൽ തുറന്നിട്ടിരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന മട്ടിൽ അകത്തേക്ക് കയറി. ഹർഷൻ വന്നു. പിന്നെ വേണി അവന്റെ പിന്നാലെയായി. അവൻ കുളിച്ചു വന്നു. പിന്നെ ബെഡിൽ അവനോട് ഒട്ടിച്ചേർന്ന് വർത്തമാനം പറയലായി. ഹർഷൻ ചേട്ടാ. വേണി പതിയെ വിളിച്ചപ്പോൾ കുഞ്ഞിനോട് കിന്നാരം പറയുന്നവൻ പതിയെ ഒന്ന് മൂളി. ഹർഷൻ ചേട്ടാ, പ്രസവിക്കുമ്പോൾ ഞാനെങ്ങാനും മരിച്ചുപോയാ ഹർഷൻ ചേട്ടൻ വേറെ കല്യാണം കഴിക്കുമോ? വേണിയുടെ അപ്രതീക്ഷിത ചോദ്യം കേട്ട് ഹർഷൻ അമ്പരപ്പോടെ ഒരൽപ്പം ദേഷ്യത്തോടെ അവളെ തല ഉയർത്തി നോക്കി. അവരുടെ കണ്ണൊക്കെ നിറച്ചാണ് ചോദ്യം. അവരൊരു നിശ്വാസത്തോടെ എഴുന്നേറ്റിരുന്നു. ഇപ്പൊ എവിടുന്നതിന്റെ പൊന്നെ നിനക്ക് ഈ ചോദ്യം? ഓരോന്ന് ഓർത്തിട്ടാ. ദേ, പ്രസവിക്കുമ്പോൾ ആരും മരിക്കുന്നില്ല. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഓരോന്ന് ഉണ്ടാക്ക്. അവൻ കണ്ണു കുറിപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഞാനിന്ന് റീൽസിൽ കണ്ടല്ലോ ഒരു പെണ്ണ് പ്രസവത്തിൽ മരിക്കുന്നു. വേണി പറഞ്ഞു മുഴുവനാക്കും മുന്നേ ഹർഷന്റെ നോട്ടത്തിൽ ബാക്കി വിഴുങ്ങി. വേണി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഫോണിൽ അനാവശ്യമായിട്ട് കളിക്കരുതെന്ന്. ഇതുപോലെ ഓരോന്ന് കണ്ടിട്ടാ അവിടെ ഓരോ കുനിഷ്ഠ ചോദ്യങ്ങൾ. അവൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. വേണി മുഖം വീർപ്പിച്ച് തിരിഞ്ഞു കിടന്നു. ആ വലിയ വയർ വെച്ച് തിരിഞ്ഞെടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ഹർഷന് ടെൻഷനായി. എന്റെ പൊന്നെ, നീ എന്നെങ്ങനെ ടെൻഷൻ അടുപ്പിക്കുക? അവരാളെ പതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരികിലേക്ക് കിടന്നു. വേണി, നമ്മുടെ വാവ് വരുമ്പോ അച്ഛൻ മാത്രം മതിയോ? അമ്മ വേണ്ടേ? അപ്പൊ എങ്ങനെയാ നീ മരിച്ചു പോവാ? റീൽസിലൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്ന അതൊന്നും ഇനി കാണരുത് കേട്ടോ. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ വേണിക്കരിക്കും മാത്രമായി കുഞ്ഞാവരില്ലേ? അവൻ പറഞ്ഞു കേട്ടപ്പോൾ വേണി അവനെ മുഖമുയർത്തി നോക്കി. എന്നിട്ട് അവന്റെ നെഞ്ചിലെ കുഞ്ഞിരോമങ്ങൾ പതിയെ വലിച്ചുകൊണ്ട് കൊഞ്ചലോടെ ചോദിച്ചു. വാവ എന്ന ഹർഷൻ ചേട്ടന് എന്നെയാവോ അതോ വാവയാവോ ഏറ്റവും ഇഷ്ടം? ആ ചോദ്യം ഹർഷന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിച്ചു. എനിക്കെന്നെ വേണിക്കുച്ച് കഴിഞ്ഞിട്ടേ ആരുള്ളൂ. ഹർഷൻ ചേട്ടന് വേണിയില്ലാതെ പറ്റില്ല പൊന്നെ. നീ എന്നെ മയക്കി വെച്ചിരിക്കല്ലേ? അവനവളുടെ മുഖത്തെല്ലാം തന്നെ മുഖം ഇഴച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വേണി പൊട്ടിച്ചിരിച്ചു. ആ ചിരി കണ്ടപ്പോഴാണ് ഹർഷന്റെ ഉള്ളിൽ നിറഞ്ഞത്. ഈ സമയത്ത് ഇത്രയും കുനിഷ്ഠിപ്പിച്ച ചോദ്യങ്ങൾ പതിവാണെങ്കിലും ചിലതൊക്കെ കേൾക്കുമ്പോൾ ഹർഷൻ മിണ്ടാട്ടം മുട്ടി നിൽക്കും. പിന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഉത്തരം പറയും. ഇല്ലെങ്കിൽ ആ ഉത്തരത്തിൽ പിടിച്ചാവും അടുത്ത ചോദ്യം. ഡോക്ടർ പറഞ്ഞ ദിവസം തന്നെ വേണി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷാജിയും സന്ധ്യയും രാധികയും അമലും ഹർഷനും എല്ലാവരും ഉണ്ട് ഹോസ്പിറ്റലിൽ. കൂടാതെ ഇടയ്ക്ക് ഫോണിൽ ശ്യാമും ബന്ധപ്പെടുന്നുണ്ട്. അവന്റെ ട്രെയിനിങ്ങിന് കഷ്ടി 1 മാസം കൂടിയേ ഉള്ളൂ. പുലർച്ചെ 3 മണിയോട് ചേർന്നാണ് വേണിക്ക് പെയിൻ വന്നത്. അപ്പോൾ തന്നെ ലേബർ റൂമിലേക്ക് കയറ്റി. കൂടെ ഹർഷനുമുണ്ട്. അവനാകെ പേടി കിട്ടിയതുപോലെയാണ് വേണിയുടെ കരച്ചിൽ കണ്ട്. ഡോക്ടേഴ്സ് പറയുന്നതും ചെയ്യുന്നതും നോക്കുകയും വേണിയുടെ കരച്ചിൽ കണ്ടൊപ്പം കരയുകയും അവളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നവൻ. ഹർഷൻ ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. വേണിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കണ്ടപ്പോൾ ഇനിയൊരു കുഞ്ഞ് വേണ്ടെന്ന് ആ നിമിഷം തന്നെ അവൻ ഉറപ്പിച്ചു. ഒന്നുമില്ല വേണി, ഒന്നുമില്ലടാ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ. അവൻ അരികിൽ തന്നെ അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേണി പുഷ് പുഷ്. അടുത്തുള്ള നേഴ്സ് പറയുമ്പോൾ വേണിക്ക് ശ്വാസം തന്നെ വിലങ്ങിപ്പോയിരുന്നു. ഇനിയൊന്നിനും കഴിയില്ലെന്ന മട്ടിൽ അവൾ തലചലിപ്പിച്ചു.
വേണി ജസ്റ്റ് വൺ മോർ പുഷ്. ഡോക്ടർ അടുത്തുള്ള നേഴ്സ് വീണ്ടും പറഞ്ഞു. വേണി മോളെ ഒന്നുകൂടെ പുഷ് ചെയ്യടാ, ദേ വാവ് വരും വേണി. ഹർഷൻ കൂടി പറഞ്ഞപ്പോൾ വേണി തന്റെ എല്ലാ ശക്തിയും പ്രയോഗിച്ച് പുഷ് ചെയ്തു. അടുത്ത നിമിഷം തന്നെ ആ മുറിക്കുള്ളിൽ ഒരു കുഞ്ഞിക്കരച്ചിൽ ഉയർന്നു. വേണിയുടെ അടഞ്ഞു പോകുന്ന കണ്ണുകൾക്കിടയിൽ നിന്നും കണ്ണീരൊഴി. ഹർഷൻ ഡോക്ടറുടെ കയ്യിലുള്ള തന്റെ കുഞ്ഞിനെ കണ്ട നിമിഷം തന്നെ വേണിയെപ്പോഴും നെറ്റിയിൽ ഉമ്മ വെച്ചു. അവന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. ആൺകുഞ്ഞ ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ 2 കണ്ണും അമർത്തി തുടച്ചുകൊണ്ട് അയാളെ നോക്കി പുഞ്ചിരിച്ചു. കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കുമ്പോഴൊക്കെയും ഹർഷൻ വേണിയുടെ അരികിൽ തന്നെയായിരുന്നു. അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ച് പുറത്ത് അങ്ങേയറ്റം ആശങ്കയോടെയും പ്രാർത്ഥനയോടെയും നിൽക്കുകയാണ് 2 വീട്ടുകാരും. ഹർഷൻ പുറത്തേക്ക് വന്നു അവനടുത്തേക്ക് ഓടിച്ചെന്നു. മോനെ മോള് സന്ധ്യ ആശങ്കയോട് ചോദിച്ചു. വേണി ഓക്കെയാണമ്മേ, ആൺകുഞ്ഞ, രണ്ടാൾക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. സന്ധ്യയും രാധികയും നെഞ്ചിൽ കൈ ചേർത്ത് ഈശ്വരനോട് നന്ദി പറഞ്ഞു. ലേബർ റൂമിന് മുമ്പിൽ തന്നെയുള്ള ചെയറിലേക്ക് എല്ലാവരും ഇരുന്നപ്പോൾ ഹർഷൻ രാധികയുടെ അടുത്തിരുന്നു. അവന്റെ കൈ അവരുടെ കൈത്തണ്ണിൽ മുറുക്കെ പിടിച്ചിരുന്നു. രാധിക അവനെ ആശങ്കയോടെ നോക്കിയപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ അവരുടെ തോളിലേക്ക് തന്നെ മുഖമമർത്തി. രാധിക അവനെ ചേർത്ത് പിടിച്ചു. അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവനെ. വേണിയെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ശ്യാം വീഡിയോ കോൾ ചെയ്തു. ഏട്ടനെ പറിച്ചു വെച്ച പോലെയുള്ള ആ കുഞ്ഞിച്ചക്കനെ കണ്ടപ്പോൾ ശ്യാമിന്റെ കണ്ണ് 2 നിറഞ്ഞു. മാത്രമല്ല ഓടിങ്ങ് പോരാൻ പോലും തോന്നിപ്പോയി ശ്യാമിന്. ഇതിനിടയിൽ ബന്ധുക്കളെ അറിയിക്കലും ഫോൺ കോളുകളൊക്കെ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹർഷൻ മാത്രം അതിലൊന്നും ഇടപെടാതെ തന്റെ കുഞ്ഞിനെയും പെണ്ണിനെയും ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു. അവൻ കണ്ണ് 2 പൂട്ടി കൈയൊക്കെ ചുരുട്ടി പിടിച്ച് കിടന്നുറങ്ങുന്ന തന്റെ കുഞ്ഞിനെ കണ്ണിറയെ നോക്കി കണ്ടു. തൊട്ടെടുക്കാൻ പാത്തിൽ ചുവന്ന നിറത്തിൽ തല നിറച്ച മുടിയോടെ തന്നെ കുഞ്ഞിലെ രൂപത്തിലുള്ള ഒരു കുഞ്ഞു മനുഷ്യൻ. ഹർഷൻ ഉള്ളു നിറഞ്ഞ് കവിയുന്ന സ്നേഹവാത്സല്യത്തോടെ കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവന്റെ ചുരുട്ടി പിടിച്ച കൈയിലും കാലിലുമൊക്കെ കൗതുകത്തോടെ തൊട്ടു നോക്കി. വേണിയും നിറഞ്ഞ മനസ്സോടെ ആ കാഴ്ച കണ്ടു. ഹർഷൻ കുഞ്ഞിനെ വിട്ട് വേണിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അരികിലുള്ള വലത് കൈയിൽ സ്നേഹത്തോടെ അമർത്തി പിടിച്ചു. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഏകത അവസാനിച്ചാൽ ഉടൻ അതിമനോഹരമായിട്ടുള്ള പുതിയ കഥ ഉടൻ ആരംഭിക്കുന്നതാണ്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.